മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ സലീം കുമാർ നമ്മോടൊക്കെ ഇവിടെ പറഞ്ഞു ഈ അടുത്ത്. അദ്ദേഹം മലയാളികൾ ഒരുപാട് ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും നമ്മുടെയൊക്കെ ഇടയിൽ ജീവിച്ചൊരു വ്യക്തിയായിരുന്നു സലീം കുമാർ. വളരെ നല്ല വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് കോമഡി എന്ന നിന്ന് സീരിയസ് കഥാപാത്രങ്ങളിലേക്ക് ഈ അടുത്ത് വരികയുണ്ടായി. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടമാണ്, എനിക്കല്ല എല്ലാവർക്കും പക്ഷെ ഇഷ്ടപ്പെട്ട ഒരു മൂവി ആയിരിക്കും ആദാമിന്റെ മകൻ അബു. ദേശീയ അവാർഡ് കിട്ടിയ സിനിമ. അദ്ദേഹം വളരെ വ്യത്യസ്തമായിട്ടാണ് അതിൽ അഭിനയിച്ചത്. അദ്ദേഹത്തിന്റെ അഭിനയ മികവ് വളരെ നല്ല രീതിയിൽ, അതുകൊണ്ട് തന്നെയാണ് ആ അദ്ദേഹത്തിന്റെ അഭിനയ മികവും ആ സിനിമയുടെ സന്ദേശവും എല്ലാം കൊണ്ടുവന്ന തന്നെയാണ് ആദാമിന്റെ മകൻ അബു എന്ന സിനിമക്ക് ദേശീയ അവാർഡ് കിട്ടിയത്. അദ്ദേഹം ആ സിനിമയിൽ വളരെ വലിയ സന്ദേശമാണ് ആ സിനിമ സമൂഹത്തിൽ നിൽക്കുന്നത്. അദ്ദേഹം നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച് ചിന്തിപ്പിച്ചിട്ടുണ്ടെങ്കിലും നല്ല സന്ദേശം നൽകിക്കൊണ്ട് ആ സിനിമ വളരെ മനോഹരമാക്കി. അദ്ദേഹം ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് ഹജ്ജിന് പോകുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ. അങ്ങനെ അവരുടെ കയ്യിലുള്ള എല്ലാ പൈസയും സ്വരൂപിച്ച് വീടിന്റെ മുറ്റത്തുള്ള പ്ലാവ് മരം മുറിച്ച് അദ്ദേഹം ഹജ്ജിന് പോകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. അങ്ങനെ പൈസക്ക് കുറച്ച് കുറവ് വന്ന ഒരു 50,000 രൂപയുടെ കുറവ് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഹജ്ജ് നഷ്ടപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന് വലിയ നിർബന്ധമായി സ്വന്തം അധ്വാനിച്ച പൈസ കൊണ്ട് മാത്രമേ അദ്ദേഹം ഹജ്ജ് പോകുന്നു. ഒരുപാട് നല്ല സന്ദേശങ്ങൾ ആ സിനിമ നൽകുന്ന സമൂഹത്തിൽ. അദ്ദേഹം അതിൽ അവസാനം പറ്റി പറയുന്നുണ്ട്, പടച്ച റബ്ബിന് ദൈവത്തിന് ഒരു പക്ഷെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല നമ്മളെ മുറ്റത്ത് പ്ലാവ് മരം മുറിച്ചു വിറ്റതും ബാക്കിയുള്ള കാശ് ചെയ്തും അങ്ങനെ ഹജ്ജിന് പോകുന്ന ദൈവത്തിന് പക്ഷെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്നൊരു സന്ദേശം നൽകുന്നുണ്ട്. ഒരുപാട് സന്ദേശം നൽകിയ സിനിമയാണ്. ഒരു ഭാര്യ എങ്ങനെ സ്നേഹിക്കണം, സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന വളരെ നല്ല രീതിയിൽ സലീംകുമാർ ആ സിനിമയിൽ നമുക്ക് അഭിനയിച്ച് കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം അഭിനയിക്കല്ല, ജീവിച്ച് കാണിച്ചു ശരിക്കും ചെയ്തിരുന്നത്. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ആ സിനിമ എന്ത് സന്ദേശമാണ് കിട്ടിയത് നിങ്ങൾ കമന്റ് ചെയ്യുക. ആ സിനിമ ഒരുപാട് വർഷങ്ങൾ മുമ്പ് ഇറങ്ങിയ സിനിമയാണ്. ഇനി അഥവാ കണ്ട ആളുകളുണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ആ സിനിമ കാണുക. കാണാത്തതുകൊണ്ട് ആ സിനിമ എന്തായാലും കണ്ടിരിക്കേണ്ട സിനിമയാണ് ആദാമിന്റെ മകൻ അബു എന്ന നമ്മുടെ സമൂഹത്തിന് ഒരുപാട് സന്ദേശം നൽകുന്ന ഒരു സിനിമ. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് ആ സിനിമ കണ്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടിയ സന്ദേശം എന്നുള്ളത് കമന്റ് ചെയ്യുക.